ഹായ് എവ്രി വൺ, എൻട്രി എലിവേറ്റ് പ്രാക്ടിക്കൽ അക്കൗണ്ടിംഗ് എന്ന നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഓഡിറ്റ് ട്രയലിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാവും, 2023-24 ഫൈനാൻഷ്യൽ ഇയർ കമ്പനീസ് ആക്ടിന് കീഴിൽ രജിസ്റ്റർ ചെയ്ത എല്ലാ ഫോമുകളിലും മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ഓഡിറ്റ് ട്രയൽ നിർബന്ധമാക്കിയിട്ടുണ്ട് അവരുടെ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറിൽ. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഓൾറെഡി ലഭിച്ചിട്ടുള്ളതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഓഡിറ്റ് ട്രയലിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. സോ ലെറ്റ്സ് ബിഗിൻ. അപ്പോൾ ഓഡിറ്റ് ട്രയൽ എന്താണ് എന്നുള്ളത് ഞാൻ ആദ്യം പറയാം. അപ്പോൾ ഓഡിറ്റ് ട്രയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിങ് ഫേമിൽ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിലേക്ക് ഒരു ട്രാൻസാക്ഷൻ നിങ്ങൾ റെക്കോർഡ് ചെയ്യുകയാണ്. സോ ഈ ഒരു ട്രാൻസാക്ഷൻ്റെ മൊത്തം റെക്കോർഡ്, അതായത് ഇപ്പോൾ ഡേറ്റ് വൈസ്, എൻട്രി വൈസ്, അതുപോലെ ഇവൻറ്റ് വൈസ് ഒക്കെ ട്രാക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ ഓഡിറ്റ് ട്രയൽ എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ വഴിയാണെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കാര്യം എന്താണെന്നുള്ളത് കുറച്ചും കൂടി നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. സപ്പോസ് നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിങ് ഫേമിൽ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിലേക്ക് ഒരു ട്രാൻസാക്ഷൻ നിങ്ങൾ എൻട്രി ചെയ്യുകയാണ്. സപ്പോസ് നിങ്ങൾ 1st April 2023 നിങ്ങളൊരു പർച്ചേസ് നിങ്ങൾ ചെയ്തു. സോ നിങ്ങളൊരു പർച്ചേസ് എൻട്രി നിങ്ങൾ ഇട്ടു. സപ്പോസ് 1st May നിങ്ങൾ എമൗണ്ട് ഒന്ന് ചേഞ്ച് ചെയ്തു, അതുപോലെ 1st June ആയപ്പോഴേക്കും നിങ്ങളുടെ എൻട്രി നിങ്ങൾ ഡിലീറ്റ് ചെയ്തു. സോ ഈവൻ നിങ്ങൾ ഈ ഒരു പർച്ചേസ് എൻട്രി ഡിലീറ്റ് ചെയ്താൽ പോലും സോഫ്റ്റ്വെയറിൽ നമ്മൾ എൻട്രി തുടങ്ങിയത് മുതൽ ഉള്ള എല്ലാ കാര്യങ്ങളുടെയും റെക്കോർഡ് ഉണ്ടാവും. അതായത് എല്ലാ ട്രാൻസാക്ഷൻ്റെയും തുടക്കം മുതൽ ഡിലീഷൻ വരെയുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മൾ വരുത്തിയേക്കുന്നത്, ആ ഒരു കംപ്ലീറ്റ് ഹിസ്റ്ററി നമുക്ക് ഓഡിറ്റ് ട്രയലിൽ റെക്കോർഡഡ് ആയിരിക്കും. സോ MCA ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ വരുന്ന മാൽ പ്രാക്ടീസസ് ഒക്കെ ഒന്ന് കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഒന്നും കൂടി വേണമെങ്കിൽ പറയാം, അതായത് നിങ്ങളുടെ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിൽ ഒരു ട്രാൻസാക്ഷൻ നിങ്ങൾ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ വരുന്ന മാറ്റങ്ങളെല്ലാം ഈ ഓഡിറ്റ് ട്രയലിൽ റെക്കോർഡഡ് ആയിരിക്കും, ഈവൻ നിങ്ങളത് ഡിലീറ്റ് ചെയ്താൽ പോലും. അപ്പോൾ ബേസിക്കലി ഈ ഒരു ഓഡിറ്റ് ട്രയൽ WW അപ്രോച്ചിലാണുള്ളത്. അതായത് വെൻ ചേഞ്ചസ് ആർ മെയ്ഡ്, അതായത് ഡേറ്റ് ആൻഡ് ടൈം, അതേപോലെ ഹൂ മെയ്ഡ് ദ ചേഞ്ചസ്, യൂസർ ID, അതുപോലെ വാട്ട് ഡാറ്റ ചേഞ്ചസ്, അതായത് ട്രാൻസാക്ഷൻ റെഫറൻസ്. അപ്പോൾ ഇത് നമുക്ക് മുന്നോട്ടേക്ക് പോകുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ കമ്പനീസ് ആക്ടിൻ്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്ത എല്ലാ കമ്പനികൾക്കും ഓഡിറ്റ് ട്രയൽ ആപ്ലിക്കബിൾ ആണ്. അതായത് ഇപ്പോൾ 1 person കമ്പനി, ലിസ്റ്റഡ് കമ്പനി, സ്മോൾ കമ്പനിയിലൊക്കെ. ഇപ്പോൾ LLP, പാർട്ട്ണർഷിപ്പ് ഫേം, അതുപോലെ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിലൊന്നും ഇത് ആപ്ലിക്കബിൾ അല്ല. നിങ്ങളിപ്പം വേറൊരു കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട് ഓഡിറ്റ് ചെയ്യുമ്പോൾ അവരുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഓഡിറ്റ് ട്രയൽ നിങ്ങൾ നോക്കണം. ഇനിയിപ്പോൾ നിങ്ങളൊരു അക്കൗണ്ടൻ്റ് ആണ്, നിങ്ങളുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങളൊരു ഓഡിറ്റ് ട്രയൽ മെയിൻറ്റെയിൻ ചെയ്യണം. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ് സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു എവിഡൻസ് ആയിരിക്കും ഇത്. സോ ഓഡിറ്റ് ട്രയലിൻ്റെ ഒരു മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് നമ്മൾ റെക്കോർഡ് ചെയ്ത ട്രാൻസാക്ഷൻസ് കറക്റ്റ് ആയിട്ടാണ് നമ്മൾ റെക്കോർഡ് ചെയ്തേക്കുന്നത്, അതുപോലെ തന്നെ അൺഓതറൈസ്ഡ് ചേഞ്ചസ് ഒന്നും നമ്മൾ ഇതിൽ നടത്തിയിട്ടില്ല എന്നതിൻ്റെ ഒരു പ്രൂഫാണ് ഈ ഓഡിറ്റ് ട്രയൽ നൽകുന്നത്. സോ നമുക്ക് എന്താണ് ഓഡിറ്റ് ട്രയൽ എന്നുള്ളത് മനസ്സിലായി, അതുപോലെ തന്നെ ഓഡിറ്റ് ട്രയലിൻ്റെ പർപ്പസ് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് ഓഡിറ്റ് ട്രയലിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതും കൂടി നോക്കാം. അപ്പോൾ ആദ്യത്തെ ബെനിഫിറ്റ് ഫ്രോഡ് പ്രിവെൻറ്റ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ എന്തെങ്കിലും ഇൻകൺസിസ്റ്റൻസീസ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓഡിറ്റ് ട്രയൽ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാക്കാനും എക്സാമിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇപ്പം നമ്മുടെ ടീം മെമ്പേഴ്സിന് ഓഡിറ്റ് ട്രയലിനെ കുറിച്ച് അറിയുമെങ്കിൽ ആ ഒരു ഫ്രോഡിലും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ചാൻസസ് വളരെ കുറവായിരിക്കും. ഇനി ഇവിടുത്തെ രണ്ടാമത്തെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ഫ്രീ ഓഡിറ്റ് എന്നുള്ളതാണ്. അതായത് കൂടുതലും ഓർഗനൈസേഷനും തുടർച്ചയായിട്ടുള്ള ഒരു ഭയമാണ് ടാക്സ് ഓഡിറ്റ് എന്നുള്ളത്. അപ്പോൾ നമുക്കൊരു പ്രോപ്പർ റെക്കോർഡ് കീപ്പിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് ഓഡിറ്റ് ഭയം ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇപ്പോൾ എല്ലാ ട്രാൻസാക്ഷനും ഒരു ഓഡിറ്റ് ട്രയൽ ഉണ്ടെങ്കിൽ ഓഡിറ്റേഴ്സിന് ട്രാൻസാക്ഷൻസ് വാലിഡ് ആണോ അല്ലയോ എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അങ്ങനെയെങ്കിൽ ഓഡിറ്റേഴ്സിന് പെട്ടെന്ന് അവരുടെ വർക്ക് തീർക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഓർഗനൈസേഷന് ഓഡിറ്റ് ഫീസൊക്കെ കുറച്ച് ചിലവാക്കിയാലും മതി ഈ ഒരു കേസിൽ. ഇനി തേർഡ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് അതുപോലെ ലോൺസ് ഒക്കെ സെക്യൂർ ചെയ്യാനുള്ള ഒരു ബെറ്റർ പൊസിഷനിലായിരിക്കും ഓർഗനൈസേഷൻസ്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ആ ഒരു ഓർഗനൈസേഷൻ അവർ നല്ല രീതിയിൽ ഇവാലുവേറ്റ് ചെയ്യും. നമുക്കിപ്പോൾ കറക്റ്റ് റെക്കോർഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഇൻറ്റേർണൽ കൺട്രോൾ ഉണ്ടെന്നാണ് അത് കാണിക്കുന്നത്. അപ്പോൾ അതുവഴി നമുക്കൊരു വിശ്വാസമാണ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇത് ഇൻ ടേൺ നമ്മുടെ വാല്യൂ കൂട്ടാൻ വേണ്ടിയിട്ടും സഹായിക്കും. അപ്പോൾ ഈ ഒരു സെയിം കാര്യം തന്നെയാണ് ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ നമുക്ക് ലോൺ കിട്ടണമെങ്കിലും നടക്കുന്ന കാര്യം. ഇനി ഫോർത്ത് ബെനിഫിറ്റ് എറർ കറക്ഷൻ ടൈം സേവിംഗ് ആണ്. അപ്പോൾ മിസ്റ്റേക്ക് സംഭവിക്കുന്നതൊക്കെ സ്വാഭാവികമാണ്, പക്ഷേ അത് കണ്ടുപിടിച്ച് തിരുത്തണമെങ്കിൽ നമുക്ക് ഒരുപാട് സമയം എടുക്കും. സോ ഓഡിറ്റ് ട്രയൽ ഉണ്ടെങ്കിൽ നമ്മുടെ വിലപ്പെട്ട ഒരുപാട് സമയം സേവ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. അപ്പോൾ നമുക്കൊരു കറക്റ്റ് ഡോക്യുമെൻറ്റേഷൻ ഉണ്ടെങ്കിൽ അക്കൗണ്ടന്റ്മാർക്ക് അവർക്ക് ആവശ്യമുള്ളത് പെട്ടെന്ന് കിട്ടും. അതുപോലെ തന്നെ എറർ ഡിസാസ്റ്റർ ആവുന്നതിന് മുമ്പ് തന്നെ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിക്കും. ഇനി അടുത്ത് അവോയ്ഡിങ് റെഗുലേഷൻ കംപ്ലയിൻസ് ഇൻഫ്രാക്ഷൻസ് ആണ്. അതായത് ഒരു ഓർഗനൈസേഷനും അവരുടെ റെഗുലേറ്ററി കംപ്ലയിൻസ് ഫെയിൽ ആവണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഫൈനും കോൺട്രാക്ട് നഷ്ടപ്പെടലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഓരോ ഇൻഡസ്ട്രിക്കും ഓരോ കംപ്ലയിൻസ് സ്റ്റാൻഡേർഡ്സ് ആവും ഉണ്ടാവുക. അപ്പോൾ എന്തോ ആയിക്കോട്ടെ നമ്മുടെ ഇൻഡസ്ട്രിക്കുള്ള റെഗുലേഷൻസ് ചെക്ക് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഒരു ക്ലിയർ ഓഡിറ്റ് ട്രയൽ വെക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് കോസ്റ്റ്ലി പെനാൽറ്റീസ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് ഓഡിറ്റ് ട്രയൽസ് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് മെയിൻലി 3 തരത്തിലുള്ള ഓഡിറ്റ് ട്രയൽസ് ആണ് ഉള്ളത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ആണ് എക്സ്റ്റേണൽ ഓഡിറ്റ്സ് ആണ്. അപ്പോൾ
അപ്പോൾ എക്സ്റ്റേണൽ ഓഡിറ്റ് ജനറലി CPA ഫേംസ് ആണ് ചെയ്യാറുള്ളത്. അപ്പോൾ അവരുടെ ബിസിനസ്സിനെ കുറിച്ച് ഒരു ക്ലിയർ പിക്ചർ കിട്ടാൻ വേണ്ടി അവർ ഹയർ ചെയ്യും. അപ്പോൾ ഫൈനൽ ഓഡിറ്റ് റിപ്പോർട്ടിൽ വരുന്നത് കമ്പനിയുടെ ഫൈനാൻഷ്യൽ പൊസിഷനെ കുറിച്ച് ഔട്ട്സൈഡ് ഓഡിറ്റേഴ്സിൻ്റെ അസസ്മെൻ്റ് ആയിരിക്കും. ഇനി നമ്മുടെ സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് ഇന്റേണൽ ഓഡിറ്റ്സ് ആണ്. അപ്പോൾ ഇന്റേണൽ ഓഡിറ്റ് ബിസിനസ്സിൻ്റെ ഉള്ളിൽ തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ 4 കാറ്റഗറി ആയിട്ട് ഇത് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. കംപ്ലൈൻസ്, ഓപ്പറേഷണൽ, ഫൈനാൻഷ്യൽ, അതുപോലെ ഇൻഫോർമേഷൻ ടെക്നോളജി. അപ്പോൾ പ്രോസസ്സ് അതുപോലെ മാനേജറൽ ടാസ്ക് ഒക്കെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പല ഡിപ്പാർട്ട്മെൻറ്റിലുള്ള എംപ്ലോയീസിനെ നമ്മൾ ട്രെയിൻ ചെയ്യണം ഇവിടെ. ഇനി എന്തൊക്കെയാണ് ഒരു ഓഡിറ്റ് ട്രയലിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാ ഇൻഫോർമേഷൻസും നമ്മൾ കളക്ട് ചെയ്യണം, അതുപോലെ ക്രൊണോളജിക്കലി നമ്മളത് ഡോക്യുമെൻ്റ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ഏതൊക്കെയാണ് ഇതിൽ വരുന്നത് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ആദ്യത്താണ് വാട്ട് എന്നുള്ളതാണ്. അതായത് ത്രൂ ഔട്ട് ദ പ്രോസസ് ഉള്ള ഐറ്റം, ട്രാൻസാക്ഷൻ, അതുപോലെ ട്രാക്ക് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി അടുത്തതാണ് ഹൂ എന്നുള്ളത്. അതായത് ഈ ഒരു പ്രോസസ്സിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കണം. അപ്പോൾ മിക്കപ്പോഴും ഒരു ഓഡിറ്റ് ട്രയലിൽ ഒന്നിൽ കൂടുതൽ ആളുകൾ എന്തായാലും ഉണ്ടാകും. ഇനി അടുത്തത് വെൻ എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ ആക്ഷൻസും എപ്പോഴാണ് ഡോക്യുമെൻ്റ് ചെയ്തത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓഡിറ്റ് ട്രയൽ. അപ്പോൾ എപ്പോഴാണ് ഐറ്റം കംപ്ലീറ്റ് ആയത് എന്നതിൻ്റെ ഒരു ഡിജിറ്റൽ ടൈം റെക്കോർഡാണിത്. ഇനി അടുത്ത് വേർ എന്നുള്ളതാണ്. ഇപ്പം ടെക്നോളജിയൊക്കെ ഇമ്പ്രൂവ് ആയതുകൊണ്ട് തന്നെ എവിടെ നിന്നാണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് പിൻ പോയിന്റ് ചെയ്യാവുന്നതാണ്. സോ എല്ലാ ലൊക്കേഷനും ഓഡിറ്റ് ട്രയലിൽ നമ്മൾ ക്യാപ്ചർ ചെയ്യണം. ഇനി അടുത്ത് ഹൗ ആണ്. അതായത് ഏത് ചാനൽ ത്രൂ ആണ് ഐറ്റം പോയത് എന്നുള്ളത് ഐഡൻറ്റിഫയബിൾ ആയിരിക്കണം. ഇപ്പം ഇമെയിൽ ത്രൂ ആവാം, അല്ലെങ്കിൽ ഇൻ പേഴ്സൺ എക്സ്ചേഞ്ച് ആവാം, അങ്ങനെ. ഓഡിറ്റ് ട്രയലിന് ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ സിമ്പിൾ മുതൽ കോംപ്ലക്സ് വരെയുള്ള പല ഓഡിറ്റ് ട്രയൽസ് ഒരു ബിസിനസ്സിലുണ്ടാവും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. സപ്പോസ് ഇപ്പോൾ ഒരു കമ്പനി ഒരു എംപ്ലോയിനെ ഹയർ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അപ്പോൾ വർക്ക് ഫ്രം ഹോം ആയിട്ടായിരിക്കും ഈ ഒരു എംപ്ലോയിക്ക് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു ലാപ്ടോപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഈ ലാപ്ടോപ്പ് പർച്ചേസിന് ഓഡിറ്റ് ട്രയൽ നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഹയറിംഗ് മാനേജർ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്യാനുള്ള റിക്വസ്റ്റ് ചെയ്യും. അപ്പോൾ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് പർച്ചേസ് ഓർഡർ ലാപ്ടോപ്പ് കമ്പനിയിലേക്ക് സബ്മിറ്റ് ചെയ്യും. എന്നിട്ട് കോസ്റ്റ്, ഷിപ്പിംഗ് ടൈം, പ്രൊഡക്റ്റ് പർച്ചേസ്, ലൊക്കേഷൻ, അതുപോലെ ഡേറ്റ് ഓഫ് പർച്ചേസ് ഒക്കെ റെക്കോർഡ് ചെയ്യും. അപ്പോൾ ബിസിനസ്സിലേക്ക് ലാപ്ടോപ്പ് വരുമ്പോൾ ഹയറിംഗ് മാനേജറിന് കൊടുക്കും. അപ്പോൾ ഹയറിംഗ് മാനേജർ എംപ്ലോയിനെ കോൺടാക്ട് ചെയ്തിട്ട് ലാപ്ടോപ്പ് ഡെലിവറി ചെയ്യും. സോ ഇവിടെ ഓരോ സ്റ്റെപ്പിലും മെയിൻ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. ലൈക്ക് ആരൊക്കെയാണ് ഇതിൽ ഇൻവോൾവ് ആയിരിക്കുന്നത്, ഡേറ്റ്, കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്, ടൈം എല്ലാം. ഇനിയിപ്പം നമ്മുടെ ലാപ്ടോപ്പ് ഓർഡർ ചെയ്തിട്ട് ലാപ്ടോപ്പ് വന്നിട്ടില്ലെങ്കിൽ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് അടുത്ത് ഓർഡർ കൺഫർമേഷൻ ഉണ്ട്. അപ്പോൾ ലാപ്ടോപ്പ് കമ്പനിക്ക് ഇത് അയച്ചു കൊടുക്കേണ്ട എല്ലാ റിലവൻറ്റ് ഇൻഫോർമേഷൻസ് അവരുടെ കയ്യിലുണ്ട്. സോ ഓരോ സ്റ്റെപ്പിലും ക്ലിയർ ഡോക്യുമെൻറ്റേഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ കൺഫ്യൂഷനൊക്കെ കുറവായിരിക്കും. ഇനി ഒരു ഓഡിറ്റ് ട്രയൽ മാനേജ് ചെയ്യുന്നതിൻ്റെ ചലഞ്ചസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഓഡിറ്റ് ട്രയൽ നമ്മുടെ ബിസിനസ്സിലേക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് നൽകുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ അവർ കുറച്ച് ചലഞ്ചസും കൂടി ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ആക്യുറേറ്റ് ഓഡിറ്റ് ട്രയൽ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് സ്റ്റോറേജ് ഇഷ്യൂസ് നമുക്ക് വരും. കാരണം ഒരുപാട് ഡാറ്റ നമുക്ക് ആവശ്യമുണ്ട് ഓഡിറ്റ് ട്രയൽ മെയിൻറ്റെയിൻ ചെയ്യാൻ. സോ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഈ ഇൻഫോർമേഷൻസ് എല്ലാം സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു സെർവറിലേക്ക് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ ഓഡിറ്റ് ട്രയലിൻ്റെ സൈസ് അനുസരിച്ചിട്ട് ഫയൽ ഓപ്പൺ ചെയ്യാനൊക്കെ നമുക്ക് ടൈം ലാഗ് വന്നേക്കാം. അപ്പോൾ സ്പീഡ് ഒപ്റ്റിമൈസേഷൻ അതുപോലെ സ്ട്രോങ് സെർവർ ഉണ്ടെങ്കിൽ നമുക്കിത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. ഇനി എത്ര നാളത്തേക്ക് ഈ ഓഡിറ്റ് ട്രയൽ നമ്മൾ വെക്കണം എന്നുള്ളതൊരു ചലഞ്ചാണ്. അറ്റ്ലീസ്റ്റ് നമ്മൾ ആ ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആകുന്നവരെ എങ്കിലും നമ്മളത് കീപ്പ് ചെയ്യണം. പക്ഷേ പല ബിസിനസ്സും ഇപ്പോൾ സ്റ്റോറേജ് ഇഷ്യൂ ഇല്ലെങ്കിൽ അവരത് ഒരുപാട് കാലത്തേക്ക് അത് ഡോക്യുമെൻറ്റ് ചെയ്യാറുണ്ട്. ഇനി നമ്മൾ ക്ലൗഡ് ബേസ്ഡ്, ഇപ്പം നമ്മളിപ്പം ക്ലൗഡ് ബേസ്ഡ് സ്റ്റോറേജ് സൊല്യൂഷനിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ ഓഡിറ്റ് ട്രയലിൻ്റെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പം നമ്മുടെ ബിസിനസ്സിലേക്ക് ഒരുപാട് രീതിയിൽ ഓഡിറ്റ് ട്രയൽ യൂസ്ഫുൾ ടൂളാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഇപ്പം നമ്മുടെ കമ്പനിയുടെ ഫൈനാൻഷ്യൽ ഇൻഫോർമേഷനിൽ എന്തെങ്കിലും ഒരു ഇൻകൺസിസ്റ്റൻസി നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഓഡിറ്റ് ട്രയൽ യൂസ് ചെയ്തിട്ട് എന്ത് ഇൻഫോർമേഷനാണ് മിസ്സായത്, അതുപോലെ തന്നെ ആ ഒരു എററിൻ്റെ സോഴ്സ് എന്താണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കോണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. അപ്പം നമുക്ക് ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് കോണ്ടന്റ്സ് ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ഫ്രം റിൻസി.